തികച്ചും യാദൃശികമായിട്ടാണ് ഇന്നൊരു പോസ്റ്റ് വായിക്കാനിടയായത്. ആ പോസ്റ്റ് മറ്റൊന്നുമല്ല, നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്ക് ഒരു നസീഫ് വാഫി അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിന് അദ്ദേഹത്തിന് ഒരു സ്കോളർഷിപ്പ് അനുവദിച്ചു. ആ സ്കോളർഷിപ്പിന്റെ തുക കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. 6 കോടി ഇന്ത്യൻ രൂപയാണ് ഉപരിപഠനത്തിന്, തുടർ പഠനത്തിന് ഈ പറയപ്പെട്ട നസീഫ് വാഫിക്ക് അമേരിക്കൻ യൂണിവേഴ്സിറ്റി അനുവദിച്ചിരിക്കുന്നത്. ഞാൻ ഈ സമയത്ത് ഇതിനകത്ത് നമുക്കറിയാം, ഈ വാഫിയ സംവിധാനം ബഹുമാന്യരായ ഹക്കീം ഫൈസി ആദിശ്ശേരി, അദ്ദേഹത്തോട് പല സംഘടനകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഹക്കീം ഫൈസി ഉസ്താദിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും വിദ്യാഭ്യാസ മേഖലയിൽ ബഹുമാന്യരായ ഹക്കീം ഫൈസി ആദിശ്ശേരി ഉണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റം. ഈ മാറ്റമാണ്. ഇത് കേവലം ഒരു നസീഫ് വാഫിയിൽ ഒതുങ്ങുന്നതല്ല. 100 ആയിരക്കണക്കിന് വാഫിമാര് ഈ ഗൾഫ് മേഖലയിലും ഇതര യൂറോപ്യൻ കൺട്രിയിലുമൊക്കെ ഉന്നത മേഖലയിൽ നമുക്കറിയാം, പല വാഫിമാരോടും ഇടപഴകുമ്പോൾ അവര് മൾട്ടി ലാംഗ്വേജ്, സമ്മിശ്രമായ ഭാഷയും ഒരുപാട് യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെ മറ്റ് യൂറോപ്യൻസിനോട് കിടപിടിക്കും വിധം വാഫിമാരുടെ പെർഫോമൻസ് കാണുമ്പോഴാണ്, ആ പെർഫോമൻസിനെ കുറിച്ചാണ് നസീഫ് വാഫിയുടെ 6 കോടി സ്കോളർഷിപ്പിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് ബഹുമാന്യരായ ഹക്കീം ഫൈസി ആദിശ്ശേരി തുടങ്ങി വെച്ച വാഫിയ സംവിധാനവും അതുപോലെ തന്നെ ഒട്ടേറെ സംരംഭങ്ങളുണ്ട്. ഞാൻ മറ്റേതിനെയും ചെറുതാക്കി പറയുന്നില്ല. നമുക്കറിയാം, ബഹുമാന്യരായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്അരി ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ഒരുപാട് നൂറാനികൾ ഇപ്പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇതേപോലെ മത ഭൗതിക വിദ്യാഭ്യാസം സംബന്ധിച്ച് സമൂഹത്തിൽ ആരോടും തങ്ങൾക്ക് സംവദിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുമാർ ഒരുപാട് നൂറാനികളും ഇങ്ങനെ ഹക്കീം ഫൈസി ഉസ്താദ് ആയാലും ഡോക്ടർ ഹക്കീം അസ്അരി ഉസ്താദ് ആയാലും ഇങ്ങനെ സമൂഹത്തില് മുന്നോട്ട് നയിക്കുന്ന, നമ്മൾ അനാവശ്യമായ വിവാദങ്ങളിൽ സമൂഹത്തെ തളച്ചിടുന്നതിന് പകരം ദീർഘവീക്ഷണത്തോടുകൂടി കാഴ്ചപ്പാടോടുകൂടി സമൂഹത്തെ മത ഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തിലൂടെ പാകപ്പെടുത്തിയെടുക്കുന്ന ഇത്തരം വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയത്തിനോ മറ്റേതെങ്കിലും ചേരിതിരിവുകൾക്ക് അതീതമായി പ്രോത്സാഹിപ്പിക്കപ്പെടാമോ. അല്ലാഹു തആല എല്ലാ കർമ്മങ്ങളും അവരുടെ കർമ്മങ്ങളൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ. അത്തരം വിജയിപ്പിക്കും. നമുക്ക് പറയാറുണ്ടല്ലോ, ഇൽമുള്ളവരൊക്കെ പറഞ്ഞ അവസാനം വലാത്തേക്കും നാമിസ്, ഇൽമുള്ളവരല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവരെങ്കിലുമായി 5ാമതൊരു വിഭാഗത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ വാഫിമാരെയും നൂറാനികളെയും സ്നേഹിച്ച് നമ്മളെ ദീനിനോടുള്ള വിദ്യാഭ്യാസ വിപ്ലവ പ്രവർത്തനത്തോടുള്ള ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ആഭിമുഖ്യവും അവരോട് അഭിവാദ്യവും അർപ്പിക്കുന്നു. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.